ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വിജയദശമി രാവിലെ എണീറ്റ് ഞാനും ഹസ്ബൻഡും പിള്ളേരൊക്കെ അമ്പലത്തിൽ പോയി ഇളയാളെ എഴുത്തിനിരുത്തിച്ചു. ഇളയാളെ ഓൾറെഡി എഴുത്തിനിരുത്തിച്ചതാണ് ഞാൻ മൂകാംബികയെ പോയിട്ട്. എന്നാലും വിദ്യാരംഭത്തിൽ ഒന്നും കൂടി ഞാൻ ഇരുത്തി. മൂത്താളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളെയും കൂടി ഇരുത്തിച്ച്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വീണ്ടും അസോസിയേഷനിൽ പോകണം. അവിടെ ഇന്ന് മാരീഡ് വുമൻസിന് വേണ്ടി സ്പെഷ്യലി ആയിട്ടുള്ള ഡേ ആണ്. അതായത് ഇന്ന് ആക്ച്വലി നമ്മൾ ഈ ഐഡൽസിനെ കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളയും. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ നമ്മൾ മാരീഡ് വുമൻസ് ദേവിക്ക് സിന്ദൂരമൊക്കെ ചാർത്തി ഒരു കസ്റ്റമുണ്ട്. അപ്പോൾ അത് ഇന്നാണ്. അപ്പോൾ ആ കസ്റ്റം മൊത്തം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ് ബംഗാളീസ് കസ്റ്റമിൽ മാരീഡ് വുമൻസിൽ. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ശബ്ദങ്ങൾ കേൾക്കും, പ്ലീസ് എക്സ്ക്യൂസ് ചെയ്യണം. ഇവിടെ എന്തോ പണി നടക്കുവാണ്, അതിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇനി കുറച്ച് കൂടുതലുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ഈ ഒരു കസ്റ്റമിന് പറയുന്നതാണ് ഷിദൂർ കെല. ഷിദൂർ കെല എന്ന് വെച്ചാൽ സിന്ദൂരം. ഷിദൂർ മീൻസ് ബംഗാളിയിൽ, സിന്ദൂരത്തിന് ബംഗാളിൽ ഷിദൂർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഷിദൂർ കെല, സിന്ദൂരം കൊണ്ടുള്ള കളി, സിന്ദൂരം ചാർത്തി കളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്ന് കാണിച്ചു തരാം. ഹോപ്പ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ അണ്ടറിൽ നിന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം വരുന്നത്. അപ്പോൾ കൂടുതലും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര മോട്ടിവേറ്റ് ആവും. കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഹാളിലെത്തി. അവിടെ എത്തുമ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. ഈ സിന്ദൂരം ചാർത്തുമ്പോൾ ഓരോ ഐഡൽസിൻ്റെ എണ്ണം അനുസരിച്ച് വെറ്റിലയും പാക്കും റെഡിയാക്കണം. പിന്നെ സ്വീറ്റ്സും പിന്നെ സിന്ദൂരവും പ്ലേറ്റിലൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു റിച്വൽ സ്റ്റാർട്ട് ചെയ്യണത്. ഇത് ഓരോ മാരീഡ് വുമൻസ് ചെയ്യുക കേട്ടോ. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ദേവീൻ്റെ ഫേസ് നമ്മൾ വെറ്റില വെച്ച് തുടച്ചിട്ട് പിന്നെ സിന്ദൂരം ചാർത്തി സ്വീറ്റ്സ് എല്ലാ ദൈവങ്ങൾക്കും നമ്മൾ കൊടുത്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങൾക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ എന്തോ 4th 5th ടൈമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഞാൻ എല്ലാം നവരാത്രിക്ക് ഇത് ചെയ്യാറില്ല കേട്ടോ. ചില സമയത്ത് എന്തെങ്കിലും കാരണം എൻ്റെ കയ്യിൽ നിന്ന് മിസ് ഔട്ടായി പോകാറുണ്ട്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആട്ടോ. നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു മാരീഡ് വുമൻ്റെ ഇത് നമ്മൾ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ മാരീഡ് വുമൻസിനും നമ്മൾ സിന്ദൂരമൊക്കെ തൊടിക്കും. അവരപ്പോൾ സിന്ദൂരം തൊടിക്കുമ്പോൾ ഒരു സന്തോഷത്തിന് ഫേസിലൊക്കെ ഒന്ന് തേച്ച് തരും. അത് കഴിഞ്ഞിട്ട് കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കൊട്ടും കാര്യങ്ങളൊക്കെ നടക്കും. ഈ കൊട്ടിലെന്ന് വെച്ചാൽ എന്താ പറയുക, ഇത് നമുക്ക് എന്താ പറയുക, ഒരു കലാശക്കൊട്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാട്ടെ ഇത് മെയിനായിട്ട് എല്ലാവരും ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ദേവീനെ അങ്ങനെ ഒക്കെ അങ്ങ് ഒരുക്കി അങ്ങ് വിടാനുള്ള തയ്യാറുകളാണ്. അങ്ങനെ ഞങ്ങൾ ഷിദൂർ കെല കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ലഞ്ച് കഴിക്കലാണ്, അതൊക്കെ കാണിക്കാം കേട്ടോ. ഇനി ഞങ്ങൾ സ്പെഷ്യലി ഫിഷാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഫിഷ് കഴിക്കണം നിർബന്ധമാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഫിഷ് കറി, വെജിറ്റബിൾ കറി, ദാൽ, പിന്നെ ടൊമാറ്റോ സ്വീറ്റ് ചട്നി ഇതൊക്കെയാട്ടെ. ഇതെല്ലാം കഴിച്ചൊരു 3:30-4 മണിയായപ്പോൾ നമ്മളുടെ ടെമ്പോ അല്ല ലോറി വന്നു കേട്ടോ. ലോറിയാണോ ടെമ്പോ ആണോ ഇതിലായിക്കോട്ടെ. അപ്പോൾ അതിൽ എല്ലാ ഐഡൽസ് കയറ്റി വെച്ചിട്ട് എല്ലാവരും അതിൽ കൊട്ടും പാട്ടും ഡാൻസൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പൊതുവേ ഞങ്ങൾ കട്ടാരി ബാഗിലായിരുന്നു ഒഴുക്കിക്കൊണ്ടിരുന്നേച്ചത് നേവൽ ബേസിൽ. പക്ഷെ ഒരു 4 years ആയിട്ട് അതിൻ്റെ അങ്ങോട്ടേക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻ ആയപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോകൽ നിർത്തി ഞങ്ങൾ. അപ്പോൾ അതിന് പകരം നമ്മൾ പോൾഗാട്ടി പാലസിൻ്റെ അവിടുത്തെ ആ പാലത്തിൻ്റെ അടിയിൽ ജങ്കാർ പിടിച്ചിട്ടാണ് പോവാറുള്ളത്. പക്ഷെ ഞങ്ങളാരും ലോറിയിലല്ലാട്ടോ പോയത്. മമ്മി പറഞ്ഞു ഇളയ ആൾ ഉള്ളതുകൊണ്ട് നമുക്ക് ലോറി പോകേണ്ട, കാറിൽ തന്നെ ബാക്കിൽ അങ്ങ് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ജങ്കാറിൽ കയറി ഡാൻസും പാട്ടും കൊട്ടും ബഹളും വീണ്ടും തുടങ്ങി. എവിടെയെന്നോ 2 ഫോറിനേഴ്സിനെ കിട്ടി, അവരും കയറിയിട്ടുണ്ട്. അവരും ഭയങ്കര ബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുഴയുടെ നടുവിൽ വന്നിട്ടാണ്, പുഴയാണോ കായലാണോ
എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ദൈവത്തിനെ ഒഴുക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ വിചാരിക്കും അയ്യോ ദൈവത്തിനെ ഒഴുക്കുമ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക് അല്ലേ, കമ്പോസ്ഡ് ആവും. ഇതെല്ലാം ക്ലേ വെച്ച് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇതെല്ലാം കമ്പോസ്ഡായി പോകുന്ന കാര്യങ്ങളാണ്. ക്ലേയും പേപ്പറും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കൊട്ടും പാട്ടും ബഹളവും എന്താ പറയുക, 5 days എങ്ങനെയാണ് പോയതെന്ന് നമുക്ക് ആർക്കും പെട്ടെന്നാണ് ആ ദിവസങ്ങൾ അങ്ങ് പോയത്. ഡാൻസൊക്കെ കളിച്ച് എല്ലാവരുമായിട്ട് ഇങ്ങനെ വർഷത്തിൽ ഒരു തവണയെ നമ്മളിങ്ങനെ എല്ലാവരുമൊക്കെ ഗെറ്റ് ടുഗെദർ പോലെ ഉണ്ടാവും. പാട്ട്, ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ദൈവത്തിന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുവിലെത്തി. അപ്പോൾ എല്ലാവരും ദൈവത്തിന് ഒഴുക്കുന്നതിന് മുന്നേ അതിൻ്റെ മുന്നിലൊന്നും കൂടി പ്രാർത്ഥിക്കുക, ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ നവരാത്രി തീർന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിജയദശമി ആശംസകൾ. എനിക്കറിയാം വീഡിയോ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാൻ, പക്ഷേ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ബംഗാളി കസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാൻ എനിക്കൊരു ചാൻസ് കിട്ടിയതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു. ടാറ്റാ, ബൈ.